ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടില്ലേ? ആ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയുടെ മുന്നെടുത്ത് വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഒരു ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ വിശാഖ് വന്നപ്പോൾ ഞാനും വിശാഖും കൂടിയും വന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫാമിലിയിലായിരുന്നു കേട്ടോ. ഒരു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടാട്ടോ അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് സെറ്റ് ചെയ്തതും അവരത് ഹോസ്റ്റ് ചെയ്തൊക്കെ നല്ല രസമായിരുന്നു. നമ്മളവിടെ ചെന്നു ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്തേക്കും കറക്റ്റ് സമയത്ത് എത്താറില്ല. ഞാനത് പോരും വിശാനോട് പറഞ്ഞു, അങ്ങനെ ചരിത്രത്തിലാദ്യമായി നമ്മളൊരു പരിപാടി ആദ്യം മുതൽ അവസാനം വരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം സെറ്റാണ്. ഇവിടെ ഫുൾ ആമ്പിള്ളേരാണ്. ഞാനും ആരതിയും കൂടി ഇങ്ങനെ പറഞ്ഞു. അതായത് നമ്മുടെ കൂടെ തന്നെ കല്യാണം കഴിഞ്ഞതാട്ടോ ആരതി. നമ്മുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ആയിരുന്നു. അതായത് വിശാന ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും അവളും കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കമ്പനി. എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ കമ്പനിക്ക് ആളുണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഫുൾ ആമ്പിള്ളേർ. കാരണം വിശാഖിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓണത്തിൻ്റെ വിഷുവിൻ്റെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോസിൽ. അപ്പോൾ അതുപോലെ തന്നെ പെൺപിള്ളേർ കുറവാണ്, വളരെ കുറച്ചുള്ളൂ. പിന്നെ ഇത് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ നമ്മൾ അയൽവാസികളെല്ലാം കൂടി ഒരുമിച്ചായിരുന്നത്. ഫുഡ് കഴിക്കാനും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇരുന്നത്. നല്ല അടിപൊളി ബിരിയാണിയും നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയില്ല, ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാട്ടോ സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മെമ്മറീസൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല കളർ തീം. അപ്പം പിന്നെ ലാവൻഡർ ആണല്ലോ ട്രെൻഡിങ്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇതങ്ങനെ ഏതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം പന്തൽ പണിക്കാരുണ്ടാവില്ലേ, അവർ ചെയ്തതാണ്. പക്ഷെ എന്നാലും അതിനൊരു ഭംഗിയും സ്റ്റാൻഡേർഡൊക്കെ തോന്നി. പിന്നെ ഇങ്ങനെ ഫോട്ടോ സെഷൻസാണ്. എന്താ പറയുക, പേർപ്പിൾ ജോർജറ്റിൻ്റെ അനാർക്കലിയിട്ടുള്ള ചേച്ചിയില്ലേ, ചേച്ചി ആട്ടോ കുട്ടിയുടെ അമ്മ. പിന്നെ ഇതേ വാവതി കരഞ്ഞു പൊളിക്കുന്നുണ്ട്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്രയും ആളുകളും ബഹളമൊക്കെ കണ്ടപ്പോൾ അവളാകെ പേടിച്ചിട്ടും മാത്രമല്ല ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഹാളും ബഹളമൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു കേട്ടോ. അവളെ കരച്ചിൽ കാണാൻ ചെറുതായിട്ട് ഭംഗിയുണ്ട് എന്ന പാവം തോന്നുകയും ചെയ്യും. പിന്നെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ വിശാഖിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫെന്ന്. അതാട്ടോ പുള്ളിക്കാരനെ ചിക്കനായിട്ട് വരുന്നത്. അങ്ങനെ എല്ലാവർക്കും കേക്കും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ തന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടാട്ടോ സച്ചു, അവൻ്റെ പേര് അശ്വന്ത് എന്നാണ്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. അപ്പോൾ വരുമ്പോഴൊക്കെ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി തോന്നി. കുറച്ച് എടുത്തിട്ട് അവൻ കഴിക്കുന്നത്. കാരണം കുറേ എടുത്ത് കഴിച്ചാൽ പെട്ടെന്ന് തീരില്ലേ. പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും സാധനം ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ചോറിൽ വെച്ച് തന്നാൽ കുറച്ച് കഴിക്കുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് തീരുമല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ അവനായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. അത് നിങ്ങൾ കേട്ട് നോക്കുക എന്താണെന്ന്. ഹായ് പറഞ്ഞ സച്ചോ, ഹായ് സച്ചോ, ഇതിലേക്ക് നോക്കിയിട്ട് ഹായ് പറഞ്ഞ ഐസ്ക്രീം ടേസ്റ്റ് ഉണ്ടോ? മധുരം ഉണ്ടോ ഐസ്ക്രീം? നമുക്ക് ജലദോഷം ഉണ്ടോ? ജലദോഷം ഉണ്ട്. എന്താണ് ഐസ്ക്രീം കഴിക്കണേ? ഐസ്ക്രീം വെച്ച് ജലദോഷം കൂടില്ലേ? എൻ്റെ പാപ്പ ഗൾഫിൽ പോയാ? എന്താ പാപ്പ? ദുബായിലാ? മേമുണ്ടോ അവിടെ? പാപ്പൻ്റെ മേമ എങ്ങോട്ട് പോയി? ഏത് വീട്ടില്? മേമന്റെ വീട്ടിൽ പോയതാ? പിന്നെ ആരാ? ഭാവനമായി എങ്ങടെ പോയി? പോയിരുന്നു. എന്നിട്ട് ഭാവനേൻ്റെ കൂടെ ഉണ്ടോ? ഭാവനേൻ്റെ അവിടെ പോയി? നീ എങ്ങടെ പോയിക്കണ്? വീട്ടിക്ക് പോയിക്കണേ? ഇനി എന്നാ വരാ ഭാവനേൻ്റെ? നാളെ വരാ? ഞങ്ങൾ കമ്പനിക്കാരല്ലേ അല്ലേ?
അങ്ങനെ സച്ചൊക്കെ പോയി. വിശാഖും അപ്പുവേട്ടനും എല്ലാവരും നല്ല വിളമ്പുന്ന തിരക്കിലാണ്. ഉണ്ണിമോനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോസ്റ്റ് ആയത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പിന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റ. പിന്നെ എൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വലിയ ജുംക്കയൊക്കെയാണ്. ഈ ജുംക്ക ഞാൻ 2-3 വർഷത്തിന് ശേഷമൊക്കെയാണ് എടുത്തത്. അപ്പോൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ.